പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആമേൻ. മിശിഹായി സ്നേഹമുള്ളവരെ, ദൈവം നമുക്ക് നല്ലൊരു പ്രഭാതം കൂടി നൽകിയിരിക്കുന്നു. ഇന്നത്തെ ഈ പ്രഭാതത്തിൽ നമ്മുടെ വിചിന്തനത്തിന് വിഷയമാകുക വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 33 മുതൽ 37 വരെയുള്ള വാക്യങ്ങളാണ്. ഇവിടെ നമ്മുടെ കർത്താവ് യേശു മിശിഹ സ്വർഗരാജ്യത്തിലെ വലിയവൻ ആരാണ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായ ഒരു ശിശുവിനെ നൽകിക്കൊണ്ട് എടുത്തുകൊണ്ട് പറഞ്ഞു, ഈ ശിശുവിനെ പോലെ ആകുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. പ്രിയ സഹോദരങ്ങളെ, ഈ സുവിശേഷ ഭാഗം എളിമയുടെ ചെറുതാകലിന്റെ സുവിശേഷ ഭാഗമാണ്. ഇന്നേ ദിവസം പെന്തിക്കോസ്തി കാലഘട്ടത്തിന്റെ അവസാന ദിവസമാണ്. നാളെ ആഗസ്റ്റ് 6 നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ മാറാനായ പെരുന്നാളുകളിലൊന്നായ രൂപാന്തരീകരണ തിരുനാൾ നാം ആഘോഷിക്കുന്നു. ക്രിസ്തുവിനെ പോലെ രൂപാന്തരീഭവിക്കുവാൻ, ശിഷ്യന്മാരെ പോലെ രൂപാന്തരം പ്രാപിക്കുവാൻ ഞാനും നിങ്ങളും ചെറുതാകേണ്ടതായിട്ടുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിലൊടുനീളം ചെറുതാകലിന്റെ സുവിശേഷമാണ് പ്രസംഗിക്കുക. നിയമാവർത്തന പുസ്തകം 7:7 നാം വായിക്കുന്നുണ്ട്, ഇസ്രായേൽ ജനത്തെ മറ്റെല്ലാ ജനങ്ങളെക്കാൾ ചെറുതായതുകൊണ്ട് ദൈവം തെരഞ്ഞെടുത്തു, ചെറുതിനെ സ്നേഹിക്കുന്ന ദൈവം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 6 മുതലുള്ള വാക്യങ്ങളിൽ യേശുക്രിസ്തുവിനുണ്ടാവുന്ന ഈ മനോഭാവം നിങ്ങളിൽ ഉണ്ടായിരിക്കണം. അവൻ തന്നെ ശൂന്യനാക്കിയതുപോലെ, തന്നെ ചെറുതാക്കിയതുപോലെ. സ്വർഗരാജ്യം എന്ന മഹാരഹസ്യത്തെ ക്രിസ്തു പോലും ഉപമിക്കുക ചെറുതായ വസ്തുക്കളിലാണ്. അമ്മമാർ ഉപയോഗിക്കുന്ന പൊഴുപ്പിൽ സ്വർഗരാജ്യത്തെ ഉപമിച്ചവൻ, ഒരു കടുകുമണിയോട് സ്വർഗരാജ്യത്തെ ഉപമിച്ചവൻ ഇവിടെ ഒരു ശിശുവിനെ കൈകൾ എടുത്തുകൊണ്ട് അവൻ പറയുകയാണ്, ഈ ശിശുവിനെ പോലെയാകുന്നില്ലെങ്കിൽ നിങ്ങൾ ആരും സ്വർഗരാജ്യത്തെ പ്രവേശിക്കുകയില്ല. ചെറുതാകാൻ വേണ്ടി ഇന്നേ ദിവസം നമുക്ക് പരിശ്രമിക്കാം. എങ്ങനെ ചെറുതാകണം? അവിടുന്ന് തന്നെ അരുളി ചെയ്യുന്നു. വിശുദ്ധ പൗലോസ്ലീഹ എഴുതിയ ലേഖനം, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ തന്നെ ശൂന്യനാക്കുക. എന്റെ ഇഷ്ടത്തെ മാറ്റിവെക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? മറ്റുള്ളവരെ വലുതായി കാണുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ചെറുതായി ജീവിക്കാനുള്ള വലിയൊരു അനുഗ്രഹം ദൈവത്തിൽ നിന്ന് ലഭിക്കും. നമ്മുടെ കർത്താവ് യേശു മിശിഹ കാണിച്ചു തന്നത് അതാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 13-ാം അധ്യായത്തിൽ പെസഹ അനുഷ്ഠാന സമയത്ത് അവൻ ശിഷ്യരുടെ പാദങ്ങൾ കഴുകി. എളിമയുടെ സുവിശേഷം എനിക്കും നിങ്ങൾക്കും കാണിച്ചു തന്നു. പ്രിയ സഹോദരങ്ങളെ, രൂപാന്തരീകരണത്തിനായി ഒരുക്കുന്ന നമുക്ക് നമ്മെ തന്നെ ചെറുതാകുവാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. ഈ ചെറുതാകലിന്റെ സുവിശേഷമാണ് വിശുദ്ധ ലൂക്കോ എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൽ മറിയത്തിന്റെ സ്തോത്രഗീതത്തിൽ മറിയം തന്നെ ഉദ്ബോധിപ്പിക്കുക. 15 നോമ്പിലൂടെയാണല്ലോ നാം കടന്നു പോകുന്നത്. അവൾ ചെറുതായി തന്നെ സമർപ്പിച്ചപ്പോൾ ദൈവം അവളിലൂടെ പ്രവർത്തിച്ചു. നമ്മെ തന്നെ ചെറുതാക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ ഇഷ്ടത്തെ മാറ്റിവെച്ച് മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് വേണ്ടി ഈ ദിവസം നമുക്ക് മാറ്റിവെച്ച് പരിശ്രമിക്കാം. ഭാര്യമാർ ഭർത്താക്കന്മാരുടെ ഇഷ്ടത്തിനായും, ഭർത്താക്കന്മാർ ഭാര്യമാരുടെ ഇഷ്ടത്തിനായും, മക്കൾ മാതാപിതാക്കളുടെ ഇഷ്ടത്തിനായും ഈ ഒരു ദിവസം മാറ്റിവെക്കാം. അങ്ങനെ എളിമ എന്ന പുണ്യത്തിൽ വളരുവാൻ നമുക്ക് സാധിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആമേൻ.